ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തത്, ക്യാബേജ് കട്ട് ചെയ്തത് ചെറുതായിട്ട്, ക്യാപ്സിക്കം, സവാള ഇത്രയും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമ്മൾ ഒരു പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുത്തു. ഇനി നമുക്കതൊന്ന് മിക്സ് ചെയ്യാം. ഇതിൻ്റെ കൂടെ നമുക്ക് പനീർ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത് ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് പനീർ ഇടാം, ഗ്രീൻ പീസ് ഇടാം. ഇപ്പോൾ എൻ്റെ അടുത്ത് ഇത്ര ഉള്ളത് കൊണ്ട് ഞാനിത് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇനി നമുക്കൊരു പ്ലേറ്റ് അങ്ങോട്ട് വെച്ചിട്ട് വീറ്റിൻ്റെ ബ്രെഡാണ് ഞാൻ എടുക്കുന്നത്. സാൻഡ്വിച്ചിന് മറ്റേ ബ്രെഡ് നമ്മുടെ മൈദയുടെയാണ് നല്ലത്, പക്ഷേ ഞാനിവിടെ വീറ്റിൻ്റെയാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ സൈഡെല്ലാം ഒന്ന് 4 സൈഡ് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. അല്ലെങ്കിൽ അത് കടിക്കുമ്പോൾ ഭയങ്കര നമ്മൾ ഇത് എടുത്തു കഴിയുമ്പോൾ നല്ല കട്ടിയായിരിക്കും സൈഡ്, അതുകൊണ്ട് ഞാനത് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് ഇതിലേക്ക് മയോണൈസ് തേച്ച് കൊടുക്കാം. ബീബയുടെ മയോണൈസ് ഉണ്ടെങ്കിൽ തേക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ മയോണൈസ് തേക്കാതെ കൊടുക്കുന്നതാണ് നല്ലത്. അവർക്ക് ടേസ്റ്റ്, സാൻഡ്വിച്ചിന് ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ മയോണൈസ് തേക്കുന്നതാണ് നല്ലത്. ഒരുപാട് തേക്കണ്ട, കുറച്ച് തേച്ച് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് വെജിറ്റബിൾസ് എല്ലാം വെച്ചതിന് ശേഷം നമുക്ക് ചീസ് നല്ല ചെറിയ പീസസ് കട്ടായിട്ടുള്ള ചെറിയ പീസസാണ് ചീസ് ഇട്ട് കൊടുക്കാം. സ്ലൈസസ് ഉണ്ടെങ്കിൽ, സ്ലൈസ് ചീസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വെക്കാം. എൻ്റെ അടുത്ത് ഇപ്പോൾ ഇതായതുകൊണ്ട് ഞാനിത് വെച്ച് കൊടുത്തു. ഇനി പാസ്ത സീസണിങ് ഉണ്ടെങ്കിൽ അത് കുറച്ച് അതിൻ്റെ പുറത്തേക്ക് വിതറിയിടാം. അതിന് ശേഷം നമുക്ക് ഒറിഗാനോ ഉണ്ടെങ്കിൽ അതും. ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഫ്ലേവർ നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവർ നമുക്ക് നന്നായിട്ട് കിട്ടും. അപ്പോൾ കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ പോലും, സാൻഡ്വിച്ച് കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ പോലും കഴിക്കും. ഒരു ഹെൽത്തി ഫുഡാണ്. മയോണൈസ് ഒഴിവാക്കിയാൽ പിന്നെ മയോണൈസ് തേച്ചാൽ ഒരു ടേസ്റ്റാണ്. അതുകൊണ്ട് ഞാൻ മയോണൈസ് ഉപയോഗിക്കുന്നു. അപ്പോൾ നമ്മളത് ഫില്ല് ചെയ്ത് അടുത്ത ബ്രെഡിലും മയോണൈസ് തേച്ച് അതിൻ്റെ മുകളിലേക്ക് വെച്ചു. ഇനി കുറച്ച് ബട്ടർ അതിൻ്റെ പുറത്ത് തടവി കൊടുക്കാം. അമൂലിൻ്റെ ബട്ടറാണ്. അതിൻ്റെ പുറത്ത് കുറച്ച് ബട്ടറോ നെയ്യോ എന്ത് വേണേലും തേച്ച് കൊടുക്കാം. ബട്ടറാകുമ്പോൾ ഇച്ചിരി ടേസ്റ്റാണ്, അതുകൊണ്ട് ബട്ടർ തേച്ചു. ഇനി നമുക്ക് കല്ല് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ പുറത്തേക്ക് ഇത് വെച്ച് കൊടുത്ത് 2 സൈഡ് നമുക്ക് മൊരിച്ചെടുക്കാം. ഒരു സൈഡ് മൊരിഞ്ഞതിന് ശേഷം നമുക്ക് തിരിച്ചിട്ടിട്ട് അതിൻ്റെ മറു സൈഡിലും ബട്ടർ തേച്ച് കൊടുക്കണം. അങ്ങനെ 2 സൈഡും മൊരിച്ചെടുക്കണം. ഇത് ഓവനിൽ വെച്ച് എടുക്കാം. ഞാനിപ്പോൾ കല്ലിലെടുത്തു എന്ന് മാത്രം. ഓവനിൽ വെച്ചാൽ നമ്മൾ ചീസൊക്കെ നമ്മളത് കട്ട് ചെയ്യുമ്പോൾ ചീസ് നല്ല മെൽറ്റായിട്ട് നല്ലതായിരിക്കും അത് കഴിക്കാനായിട്ട്. ഞാനിപ്പോൾ കല്ലിൽ വെച്ചു എന്ന് മാത്രം. ഇപ്പോൾ ഒരു സൈഡ് മൊരിഞ്ഞിട്ടുണ്ട്, വരച്ചിട്ടു. ഇനി അടുത്ത സൈഡൊന്നും മൊരിഞ്ഞെടുത്താൽ നമ്മുടെ സാൻഡ്വിച്ച് റെഡി. ഹെൽത്തി ആയിട്ടുള്ള സാൻഡ്വിച്ച്. ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. സാൻഡ്വിച്ച് റെഡി. നമുക്കത് കട്ട് ചെയ്തെടുക്കാം. സൂപ്പറായിട്ടുള്ളൊരു സാൻഡ്വിച്ച് റെഡി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.